ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നും കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ തന്നെയാണ് നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. സോ നമുക്ക് സമയം കളയാതെ നമ്മളുടെ ന്യൂസ് ആർട്ടിക്കിളുകളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ക്വാഡിലാറ്ററൽ അലയൻസ്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഫോർമൽ അലയൻസ് ആണ് ഈ ക്വാഡിലാറ്ററൽ അലയൻസ് അല്ലെങ്കിൽ ക്വാഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ വാഷിംഗ്ടൺ DC വെച്ചിട്ട് ഒരു മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ക്വാഡ് കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ക്വാഡ് അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലെ മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയാണ് നമ്മളുടെ ഫസ്റ്റ് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഈ ക്വാഡിലാറ്ററൽ അലയൻസ് എന്ന് നോക്കാം. എന്താണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു പോകാം. സോ ക്വാഡിലാറ്ററൽ അലയൻസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ 4 രാജ്യങ്ങളുടെ ഒരു ഇൻഫോർമൽ അലയൻസ് ആണ്. എന്താണ് ഇൻഫോർമൽ അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഫോർമൽ അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റിന്റെ പേരിലല്ല, പകരം 4 രാജ്യങ്ങൾ പരസ്പരം സമ്മതത്തോടു കൂടി അലൈൻ ചെയ്തു വരുന്നു. അവര് പല കാര്യങ്ങളിലും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യും, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യും, സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ട് നിലകൊള്ളും. പക്ഷെ ഇതൊന്നും ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലല്ല. മനസ്സിലായോ? അതിനെയാണ് ഇൻഫോർമൽ അലയൻസ് എന്ന് പറയുന്നത്. സോ ക്വാഡ്രിലാറ്ററൽ അലയൻസ് ഈസ് ആൻ ഇൻഫോർമൽ അലയൻസ് ബിറ്റ്വീൻ ഓഫ് കോഴ്സ് 4 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 4 നേഷൻസ്. മനസ്സിലായി? ഏതൊക്കെയാണ് നേഷൻസ്? 1 ഇന്ത്യയുണ്ട്, 2 ഓസ്ട്രേലിയ ഉണ്ട്, 3 USA ഉണ്ട്. ഈ മിനിസ്റ്റീരിയൽ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? USA വെച്ചിട്ടാണ്. ദെൻ ജപ്പാൻ ഉണ്ട്. മനസ്സിലായോ? സോ ഇതിന്റെ ഒരു ഏരിയ ഒന്ന് നോക്കിയേ. നിങ്ങൾ ഈ മാപ്പിലേക്ക് ഒന്ന് ഇതിന്റെ ഏരിയ നോക്കിയേ. മേജർ പോർഷൻ കവർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻഡോ പസഫിക് റീജിയൻ ആണ്. അല്ലെങ്കിൽ പസഫിക് ഓഷ്യന്റെ 3/4 ഭാഗവും ഏകദേശം 75% കവർ ചെയ്തിരിക്കുന്നുണ്ട് ഈ ക്വാഡിലാറ്ററൽ അലയൻസ് കൊണ്ട്. സോ എന്തായിരിക്കും ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന? ഇന്ത്യ, US, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ. ഈ ഇൻഡോ പസഫിക്കില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മിലിറ്ററി പരമാകാം, എക്കോണമിക് ആവാം, ടെക്നോളജിക്കൽ ആകാം, മാരിടൈം ആകാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അപ്പർ ഹാൻഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്വാഡിലാറ്ററൽ അലയൻസ് നിലവിൽ വന്നതിന്റെ ഉദ്ദേശം. മനസ്സിലായോ? സോ ആരാണ് ഇത് തുടങ്ങിയത്? ജപ്പാനിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ഷിൻസോ ആബെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വാഡിലാറ്ററൽ അലയൻസ് അല്ലെങ്കിൽ ഇൻഡോ പസഫിക്കില് ഒരു ഇമ്പോർട്ടന്റ് അലയൻസിന് വേണ്ടിയിട്ട് നിലകൊണ്ടത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നത് 2007 അതിനുശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ 4 കൺട്രീസുമായിട്ട്, അതായത് US-ഉമായിട്ടും ജപ്പാനായിട്ടും നമുക്ക് വളരെ കാലത്തെ ബന്ധമുണ്ട്. ഷിൻസോ ആബെയൊക്കെ നമ്മളുടെ എന്താ പറയാ മച്ചാൻ എന്ന് പറയില്ലേ, അതായത് അടുത്ത സുഹൃത്തുക്കളാണ് ഷിൻസോ ആബെയും ജപ്പാനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്. മനസ്സിലായോ? സോ അതിന്റെ ഭാഗമായിട്ട് ഈ ഇൻഡോ പസഫിക് റീജിയനിൽ നമ്മൾ ഒരു അപ്പർ ഹാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിൻസോ ആബെയുടെ നേതൃത്വത്തിൽ 2007 തുടങ്ങിയിട്ട് ഇതിനുള്ള ചർച്ചകൾ നടന്നു പോരുകയാണ്. പല സെറ്റ് ബാക്കുകളും ഉണ്ടായിരുന്നു. ആരാണ് സെറ്റ് ബാക്കിന്റെ പ്രധാനപ്പെട്ട കാരണം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ആരുണ്ട്? ഇപ്പുറത്ത് ചൈനയുണ്ട്. കണ്ടോ? ഇൻഡോ പസഫിക്കില് മറ്റൊരാളും കൂടിയുണ്ട്, ചൈനയുണ്ട്. സോ ചൈന അവിടെ പ്രശ്നക്കാരനായിട്ട് വരാൻ തുടങ്ങി. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു ക്വാഡിലാറ്ററൽ അലയൻസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചൈന ആരെ പ്രഷറൈസ് ചെയ്തു? ഓസ്ട്രേലിയയെ പ്രഷറൈസ് ചെയ്തു. സോ ഓസ്ട്രേലിയ ആദ്യം ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല, പിന്നെയാണ് ഓസ്ട്രേലിയ കൂടി ജോയിൻ ചെയ്തിട്ട് 4 അലയൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെ ഇതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നത് 2016-17 കാലഘട്ടത്തിലാണ്. സോ 2016-17 കാലഘട്ടങ്ങളിലായപ്പോഴും 4 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മിലിറ്ററി എക്സർസൈസും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഗംഭീര ഒരു അലയൻസ് ആയിട്ട് ഈ ക്വാഡിലാറ്ററൽ അലയൻസ് മാറി. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിച്ചു, എങ്ങനെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പഠിച്ചു, എങ്ങനെയാണ് ഇത് മുന്നോട്ട് വന്നത്. ഇനി എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? എന്താണ് ഇമ്പോർട്ടൻസ്? ഈ ഏരിയയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഞാൻ പറഞ്ഞു ഇൻഡോ പസഫിക് ഏരിയയിലാണ്. മനസ്സിലായോ? ഇൻഡോ പസഫിക് ഏരിയ ഈ 4 രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ GDP-യുടെ 20%, ഈ ഒരു ഏരിയയിലാണ് നിലനിൽക്കുന്നത്. മനസ്സിലായോ? അത് ചൈനയിൽ നിന്നൊരു ചെറിയ പങ്കുണ്ട്. എന്നിരുന്നാലും ഗ്ലോബൽ ട്രേഡിന്റെ 20% അല്ലെങ്കിൽ ഗ്ലോബൽ GDP-യുടെ 20% ഈ ഇൻഡോ പസഫിക് റീജിയനിലാണ്. കൂടാതെ
വേൾഡിലെ മാരിടൈം ട്രേഡിന്റെ അല്ലെങ്കിൽ മാരിടൈം സോണിന്റെ ട്രേഡിന്റെ 60% കടന്നു പോകുന്നത് ഇതിലൂടെയാണ്, ഈ ഇൻഡോ പസഫിക് റീജിയനിലൂടെയാണ്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സ്ട്രേറ്റ് ഓഫ് ഹോമൂസ്, സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ഇവിടെയുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോമൂസ് ഇവിടെയല്ല, സ്ട്രേറ്റ് ഓഫ് ഹോമൂസ് ഒമാൻ തീരത്താണ്. സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞ ഒരു സ്ട്രേറ്റ് ഉണ്ട് ഇന്ത്യൻ പസഫിക് ഓഷ്യനിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിടുക്ക്, രണ്ട് കരഭാഗങ്ങൾക്കിടയിൽ വരുന്ന ചെറിയ ഒരു കടലിന്റെ ഭാഗത്തെയാണ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. സ്ട്രേറ്റ് ഓഫ് മലാക്ക ഇവിടെയുണ്ട്. എവിടെയുണ്ട്? ഇന്തോനേഷ്യയുടെ തീരത്തുണ്ട്. സോ അതുവഴിയാണ് മിക്ക ട്രേഡുകളും നടക്കുന്നത്. സോ ഇങ്ങനെ മനസ്സിലാക്കുക, ലോകത്തിലുള്ള മാരിടൈം ട്രേഡിന്റെ 60% സംഭവിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഇൻഡോ പസഫിക് ഏരിയയിലാണ്. സോ അത് സ്ട്രാറ്റജിക്കലി എക്കോണമിക്കലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ദെൻ മാരിടൈം സെക്യൂരിറ്റി. എന്താണ് മാരിടൈം സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ്? അതായത് ഇന്ത്യക്ക് ഒരു വിഷൻ ഉണ്ട്. എന്താണ് ആ വിഷൻ? ഇൻഡോ പസഫിക് റീജിയനിലെ മാരിടൈം സെക്യൂരിറ്റി ഒരു നെറ്റ് സർവീസ് പ്രൊവൈഡർ ആവണം എന്നുള്ളത്. സോ അതും ഇതിന് ഇമ്പോർട്ടൻസ് ആണ്. മനസ്സിലായോ? അവിടെ ആരുടെ ത്രെട്ട് ഉണ്ട്? ചൈനയുടെ ത്രെട്ട് ഉണ്ട്. ചൈനയ്ക്കുള്ള പ്രശ്നം എന്താണ്? ചൈന ഈ പസഫിക് ഓഷ്യനിൽ വരുന്ന പ്രശ്നം എന്താണ്? ചൈനയ്ക്ക് വലിയ പോർട്ടുകൾ ഈ പസഫിക് ഓഷ്യനുകളിൽ ഇല്ല. കാരണം എന്താണ്? ചെറു ചെറു ഐലൻഡുകൾ ഇവരുടെ ദ്രുതഗതി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ബോട്ടുകളുടെ ചലനത്തെ അവിടെ തടസ്സപ്പെടുത്തുന്നുണ്ട് ചൈനയുടെ കോസ്റ്റൽ ഏരിയയിൽ. സോ അത് കാരണം വലിയ വലിയ പോർട്ടുകൾ ചൈനയ്ക്ക് അവിടെ ഇല്ല. ചൈനയ്ക്ക് പോർട്ടുകൾ ഉണ്ട്, പക്ഷേ വലിയ വലിയ പോർട്ടുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചൈന ഈ തായ്വാൻ ക്ലെയിം ചെയ്യുന്നത്. അല്ലെങ്കിൽ 9-ലൈനിന് കീഴിലുള്ള പല രാജ്യങ്ങളും, അതായത് പല ചെറിയ ചെറിയ ഐലൻഡ് കൺട്രീസുമായിട്ട് ഇടിപിടിക്കുന്നതിന്റെ കാര്യം. മനസ്സിലായോ? സോ ചൈന അവിടെ ഒരു ത്രെട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ഭാഗത്ത് ഒരു നെറ്റ് മാരിടൈം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഡെമോക്രാറ്റിക് വാല്യൂസ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോഗ്രഫി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയും ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഡെമോക്രസി ആയിട്ടുള്ള അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഇൻഡോ പസഫിക് രാജ്യം നിലനിർത്താനായിട്ട് പോകുന്നത്. മനസ്സിലായോ? സോ അതും ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്? നമുക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് സാധിക്കും. നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആവാനായിട്ട് സാധിക്കും. ദെൻ റീജിയണൽ സ്റ്റെബിലിറ്റി. ഇന്ത്യക്ക് സ്പെസിഫൈഡ് ആയിട്ട് എന്തുണ്ട്? ഒരു ആക്ട് ഈസ്റ്റ് പോളിസി ഉണ്ട്. അതായത് ഇന്ത്യയുടെ ഈസ്റ്റിലാണല്ലോ ഈ പറഞ്ഞ ചൈനയും ബാക്കിയുള്ള ത്രെട്ടുകൾ ഉള്ളത്. സോ അവിടെ പ്രത്യേകമായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് പോളിസി നമുക്കുണ്ട്. സോ ആ ഒരു പോളിസി കൂടിയിട്ട് നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും അതിന്റെ റവന്യൂ നമുക്ക് എടുക്കാനായിട്ടും അല്ലെങ്കിൽ റിവാർഡ് നമുക്ക് എടുക്കാനായിട്ടും സാധിക്കും. മനസ്സിലായോ? സോ എന്തൊക്കെയാണ് ചലഞ്ചസ് ഇനി ക്വാഡിൽ ഫേസ് ചെയ്യുന്നത്? ക്വാഡ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. എന്താണ് ക്വാഡ്? ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു അലയൻസ് ആണ് ബിറ്റ്വീൻ 4 കൺട്രീസ്. ഏതൊക്കെയാണ് 4 കൺട്രീസ്? ഒന്ന് ചൈനയല്ല, ഒന്ന് ഇന്ത്യ. ചൈനയോ? ഒന്ന് ഇന്ത്യ, 2 ഓസ്ട്രേലിയ, 3 US, 4 ജപ്പാൻ. മനസ്സിലായോ? അവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തു, ഒരു സ്ക്വയർ ഫോം ചെയ്തു. അതിന്റെ ഉള്ളിൽ എന്താണ്? അതിന്റെ ഉള്ളിലാണ് മാരിടൈം സെയിൽസിന്റെ അല്ലെങ്കിൽ മാരിടൈം ട്രേഡിന്റെ 60%, ഗ്ലോബൽ ട്രേഡിന്റെ ഗ്ലോബൽ GDPയുടെ 20%, അപ്രോക്സിമേറ്റ്ലി 18 to 20% നടക്കുന്നത് അവിടെയാണ്. മനസ്സിലായോ? പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? ഈ ക്വാഡ്രിലാറ്ററൽ അലയൻസിന്റെ പ്രശ്നം എന്താണ്? ഒന്നാമത്തെ പ്രശ്നം, ഇത് ഒരു ഇൻഫോർമൽ അലയൻസ് ആണ്. മനസ്സിലായോ? എപ്പോ വേണമെങ്കിലും പിൻവലിക്കാം, അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ഒരാൾക്ക് ഇറങ്ങിപ്പോകാം. അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലുള്ളതല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്താണ് നമ്മളുടെ ഇതിന്റെ ഫോക്കസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. വെദർ എക്കോണമിക് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചൈനയുടെ ത്രെട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ എക്കോണമിക് മാത്രമാക്കി നിർത്തണോ അല്ലെങ്കിൽ ഇത് ചുരുക്കി നിർത്തണമോ എന്നുള്ളത് മറ്റൊരു ചലഞ്ചാണ്. മനസ്സിലായോ? സോ ഇങ്ങനെ ഡിഫറെന്റ് ചലഞ്ചസ് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അപ്പൊ ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് ഇത് കുറച്ചുകൂടി വിപുലീകരിക്കുക. 2021 മറ്റൊരു പോളിസി ഉണ്ടായിരുന്നു, ഓക്കസ് പോളിസി അല്ലെങ്കിൽ ഓക്കസ് എഗ്രിമെന്റ് എന്ന് പറയും. ഓസ്ട്രേലിയ, UK ആൻഡ് US. ഇന്ത്യ അതിൽ പാർട്ടല്ല. ഈ 3 രാജ്യങ്ങളും, അതായത് ക്വാഡിലുള്ള ഓസ്ട്രേലിയയും UK യും നമ്മളുടെ ക്വാഡിലുള്ള US ഉം
ഓസ്ട്രേലിയയും നമ്മളുടെ UK-യും കൂടി കൂട്ടുപിടിച്ചിട്ട് എന്ത് എന്ത് ചെയ്തു? ഒരു പുതിയൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്തു. എവിടെയാണ്? ഇൻഡോ പസഫിക്കിൽ തന്നെ. സോ അങ്ങനെയുള്ള അലയൻസുകൾ പുതിയ, അതായത് ഗ്ലോബൽ പോളിസിയുടെ അല്ലെങ്കിൽ ഫോറിൻ പോളിസിയുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ക്വാഡും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അവരുടെ എയിംസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മളുടെ സ്ട്രാറ്റജീസ് മാറ്റണം, സ്ട്രാറ്റജീസ് ഷിഫ്റ്റ് ചെയ്യണം, പുതിയ മേഖലകളിലേക്ക് വരണം. ദെൻ വേറെ എന്തൊക്കെ മേഖലകളിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഫാർമസ്യൂട്ടിക്കൽ, സെമി കണ്ടക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ഒരു കൺട്രിയാണ്. ജപ്പാൻ പോലെയുള്ള കൺട്രികളിലേക്ക് നമുക്ക് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സും ടെക്നോളജീസും കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ റയർ എർത്ത് എലമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യത്തിൽ നിന്ന് നമുക്ക് കടമെടുക്കാനായിട്ട് സാധിക്കും. ടെക്നോളജിയുടെ കാര്യത്തിൽ കോപ്പറേഷൻ, മാരിടൈം സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കോപ്പറേഷൻ, അങ്ങനെയുള്ള ഡിഫറൻറ്റ് കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ കോർപ്പറേഷൻ വിപുലീകരിക്കാൻ സാധിക്കണം. സോ ഇതൊരു ഇൻഫോർമൽ എഗ്രിമെന്റ് ആണ്. അതിന്റെ പരിധിയിൽ നിന്ന് മാറി പല പല ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകണം. മേജർലി എക്കോണമിയിൽ തന്നെ, എക്കോണമിക് ഫോക്കസ് വരുമ്പോൾ എക്കോണമിയിൽ തന്നെ ഡിഫറെന്റ് സെക്ടേഴ്സ്, പെർട്ടിക്കുലർലി മാനുഫാക്ചേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ടെക്നോളജി, അങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകണം. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 2020 മെയിൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് ക്വാഡ് റിലേറ്റഡ് ആയിട്ട് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുപിടിക്കുക, പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മൾ എന്താണ് ക്വാഡ് എന്ന് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിച്ചു, എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ് എന്ന് പഠിച്ചു, എന്തൊക്കെയാണ് അതിന്റെ വേ ഫോർവേഡ് എന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇത് നമ്മളുടെ എഡിറ്റോറിയൽ പോളിസിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഹിന്ദുവിലെ ന്യൂസ് പേപ്പറാണ്. അതായത് നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 9 months ലോവിലാണ്. എന്താണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് നോക്കാം. ആരാണ് ഈ ഇൻഡെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്കോണമി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു നോർമൽ ഇൻഡെക്സ് ആണ്. മനസ്സിലായോ? ഇതില് 8ഓളം കോർ സെക്ടേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. റിഫൈനറി പ്രൊഡക്ട്സ്, ഇലക്ട്രിസിറ്റി, കോൾ, അങ്ങനെ 8 സെക്ടേഴ്സുകളുണ്ട്. ഈ 8 സെക്ടേഴ്സിന്റെയും പ്രവർത്തനം ഐഡന്റിഫൈ ചെയ്ത് ഇതിനെ അനലൈസ് ചെയ്യും. മനസ്സിലായോ? ഈ ഇൻഡെക്സിന്റെ ഉദ്ദേശം എന്താണ്? ഇൻഡെക്സ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതായത് നോർമൽ ആയിട്ട് നമ്മളുടെ എക്കോണമി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോൾ എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്, കോൾ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഉണ്ട്, ദെൻ ഇലക്ട്രിസിറ്റി മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രി ഉണ്ട്, ദെൻ ക്രൂഡ് ഓയിൽ മാനുഫാക്ചർ. ഇവരുടെ എല്ലാം പ്രവർത്തനം കുറച്ച് നാളായിട്ട് ചുരുങ്ങുന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവരൊന്നും അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഒരു ഇൻഫ്ലേഷൻ വരാനായിട്ടുള്ള സാധ്യത ഈ ഇൻഡസ്ട്രീസ് കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇൻഡെക്സുകൾ യൂസ് ചെയ്യുന്നത്. ഫേമസ് ആയിട്ടൊരു മറ്റൊരു ഇൻഡെക്സ് ഉണ്ട്, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതായത് ഒരു ഫാക്ടറിയിൽ, നിങ്ങളൊരു ഫാക്ടറി പ്രവർത്തിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു ഷൂ കമ്പനി പ്രവർത്തിക്കുകയാണ്. ഷൂവിന് വേണ്ടിയിട്ടുള്ള ലെതേഴ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു പർച്ചേസിംഗ് മാനേജർ ഉണ്ടാവും, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ഒരു മാനേജർ ഉണ്ടാവും. സോ എല്ലാ കമ്പനികളുടെയും പർച്ചേസിംഗ് മാനേജേഴ്സ് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. എന്താണ് ഈ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് കൊണ്ടുള്ള ഗുണം? അതായത് കമ്പനികൾ, അതായത് ഫാക്ടറീസ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? കാരണം അവർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. സോ ഒരു ഇൻഫ്ലേഷൻ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? അതേപോലെ ഇൻഡസ്ട്രിയുടെ മറ്റൊരു ഇൻഡെക്സ് ആണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടത്തുന്ന 8 കോർ ഇൻഡസ്ട്രീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 8 കോർ ഇൻഡസ്ട്രീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സോ ഈ 8 കോർ ഇൻഡസ്ട്രീസിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് പോകുന്നത്, എങ്ങനെയാണ് ഒരു ഇൻഫ്ലേഷൻ വരാനായിട്ട് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ മാർക്കറ്റിൽ വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? സോ ഏതൊക്കെയാണ് ആ സെക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 8 സെക്ടേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1 റിഫൈനറി പ്രൊഡക്ട്സ്, 2 ഇലക്ട്രിസിറ്റി, 3 സ്റ്റീല്, ദെൻ കോൾ, ദെൻ ക്രൂഡ് ഓയിൽ, ദെൻ നാച്ചുറൽ ഗ്യാസ്, സിമന്റ്, ഫെർട്ടിലൈസേഴ്സ്. മനസ്സിലായോ? ഇങ്ങനെ 8 കോർ ഏരിയാസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കോർ സെക്ടേഴ്സ്. ഈ സെക്ടേഴ്സിന്റെ എല്ലാം ഐഡന്റിഫൈ ചെയ്യും. എന്ത് ഐഡന്റിഫൈ ചെയ്യും? പ്രവർത്തനം ഐഡന്റിഫൈ ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തിട്ടാണ് ഈ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ് ഈ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൽ ഓരോന്നിനും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ വെയിറ്റേജ് എത്രയാണ്? റിഫൈനറി പ്രൊഡക്ട്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഈ 8 കോർ ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? റിഫൈനറി പ്രൊഡക്ട്സിനാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ആരാണ് ഈ ഇൻഡെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ഇൻഡെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് ഉത്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ആരുടെ കീഴിലാണ്? ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിലാണ്. അപ്പൊ അവിടെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പബ്ലിഷ്ഡ് അണ്ടർ വിച്ച് മിനിസ്ട്രി? ഒന്നാമത് ചിലപ്പോൾ കൊമേഴ്സ് മിനിസ്ട്രി എന്ന് കാണാം. ഇൻഡെക്സും ഇൻഡസ്ട്രിയും പ്രൊഡക്ഷനും കാണുമ്പോൾ ഇത് വായിക്കാത്ത കുട്ടികൾ എങ്ങടേക്ക് പോകും? കൊമേഴ്സ് മിനിസ്ട്രി ആവാനായിട്ടുള്ള സാധ്യതയുണ്ടാവും. മനസ്സിലായോ? പക്ഷെ ഇൻഡെക്സ് ആകുമ്പോൾ ഏതാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ എന്ന് സംശയം വരും. സോ ആ സംശയം വേണ്ട. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രിയിൽ നിന്നാണ്. അതിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അല്ലെങ്കിൽ NSO എന്ന് പറയും. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ആണ് പിന്നീട് ലയിച്ചിട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ആയിട്ട് മാറിയത്. സോ നിങ്ങൾ ചില സോഴ്സുകളിൽ NSO എന്ന് പറഞ്ഞു കാണും, പക്ഷെ ഇത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കുക. 2019 ഇത് രണ്ടും ലയിച്ചിട്ടാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസ് ആയിട്ട് മാറിയത്. സോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിലാണ് ഈ ഇൻഡെക്സ് പുറപ്പെടുവിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി ആദ്യം തുടങ്ങി പറയാം. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കോർ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തുകൊണ്ട്, കോർ സെക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് നമ്മളുടെ എന്തിനാണ്? റിഫൈനറി പ്രൊഡക്ട്സിനാണ്. റിഫൈനറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ പെട്രോൾ റിലേറ്റഡ് ആയിട്ട്, ക്രൂഡ് ഓയിൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. അതും ഒരു പ്രിലിംസ് ക്വസ്റ്റൻ ആയിക്കൂടെ? ദ മോസ്റ്റ് വെയിറ്റേജ് ഈസ് ഗിവൺ ടു ഇലക്ട്രിസിറ്റി സെക്ടർ, അല്ലെങ്കിൽ കോൾ സെക്ടർ എന്ന് പറയാം. അപ്പൊ അത് ശരിയാണോ? തെറ്റാണ്. അല്ല. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് റിഫൈനറി സെക്ടേഴ്സിനാണ്. ദെൻ ആരാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്? ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ പറയുന്നത് 4 മാസമായിട്ട്, അല്ലെങ്കിൽ ഈ മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 9 മാസമായിട്ട് നമ്മളുടെ 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് നമ്മളുടെ എന്ത് പോകുന്നത്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പോകുന്നത്. മനസ്സിലായോ? ഇൻഡെക്സ് പോകുന്നത് ഏറ്റവും താഴ്ന്ന ലെവലിലാണ് 9 മാസമായിട്ടുള്ള. സോ എന്താണത്? ചിലപ്പോൾ ഒരു ഇൻഫ്ലേഷനോ അങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം. അതാണ് കമ്പനികൾ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടുള്ള കാരണം. മനസ്സിലായോ? ക്രൂഡ് ഓയിൽ റിഫൈനറിയുടെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നത് കുറയുന്നുണ്ടാവാം. സോ ഏതൊക്കെയോ ഇൻഡസ്ട്രീസിന് ചില ഡൗൺഫോൾ സംഭവിക്കുന്നുണ്ട്. ഡൗൺഫോൾ മീൻസ് ചില ഇറക്കങ്ങൾ സംഭവിക്കുന്നുണ്ട്. വലിയൊരു ഡൗൺഫോൾ എന്നല്ല പറയുന്നത്, ചില ഫ്ലക്ച്വേഷനുകൾ സംഭവിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഇൻഡെക്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? സോ എന്താണ് ഇൻഡെക്സ് എന്ന് പഠിച്ചു, ആരാണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചു, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പഠിച്ചു. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ ആണ് ഈ വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു റിസർവേഷൻ. അതായത് ഈ ആർട്ടിക്കിൾ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ടീച്ചേഴ്സ് വേക്കൻസികൾ ഉണ്ടല്ലോ, പല യൂണിവേഴ്സിറ്റികളിലുമുള്ള ടീച്ചേഴ്സ് ഫാക്കൽറ്റി പൊസിഷനിൽ വേക്കന്റ് ആയി കിടക്കുന്നുണ്ട്. സോ അങ്ങനെ വേക്കന്റ് ആയി കിടക്കുന്ന സ്ഥലങ്ങളിൽ റിസർവേഷൻ ബേസിസിലല്ല എന്ത് കൊടുക്കുന്നേ, പോസ്റ്റുകൾ ഫില്ല് ചെയ്യുന്നത്.
സോ അതൊരു കൺസേൺ ആയിട്ട് മാറുകയാണ്. സോഷ്യൽ ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ ഇക്വാലിറ്റിയുടെ ഒരു കൺസേൺ ആയിട്ട് മാറുകയാണ്. നമുക്കതൊരു പെർട്ടിക്കുലർ കേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിസർവേഷൻ എന്താണ്, എങ്ങനെയാണ് റിസർവേഷൻ ഇന്ത്യയിൽ ഹിസ്റ്റോറിക്കലി വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിംസ് പെർസ്പെക്റ്റീവിലും ഇന്ത്യൻ പൊളിറ്റി ഭാഗത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏരിയയാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്നത്. സോ റിസർവേഷന്റെ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് ഈ റിസർവേഷനുകൾ കൊടുക്കാൻ തുടങ്ങിയത് നമുക്കറിയാം. ഇപ്പോൾ UPSC ആണെങ്കിലും OBC, SC, ST, എക്കോണമിക്കലി വീക്ക് സെക്ഷൻ, അങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്, റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ജോബിൽ കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇതിന്റെ ബേസിസ് എന്താണ്, നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. സോ ഇക്വാലിറ്റിക്ക് എതിരാണോ ഈ റിസർവേഷൻ നോക്കാം നമുക്ക്. റിസർവേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്, ഇക്വാലിറ്റിയാണ്. സോ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് പറയുന്നത്. അതിൽ ഡിഫറെന്റ് റൈറ്റുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൈറ്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താ, ആർട്ടിക്കിൾ 14 പറയുന്നതും 15 പറയുന്നതും 16 പറയുന്നതും ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. 16 വരെയല്ല, 17ഉം 18ഉം പറയുന്നത് ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? സോ ആർട്ടിക്കിൾ 14 പെർട്ടിക്കുലർലി ഇക്വാലിറ്റി, അതായത് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി ഡിപ്രൈവ്ഡ് ഓഫ് എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഒന്നുകൂടി പറയാം, ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. അതായത് ഇക്വാലിറ്റി ഉണ്ടാവണം, സിംപിളി ഇക്വാലിറ്റി ഉണ്ടാവണം എന്ന് അവിടെ പറയുന്നത്. അതിന്റെ ഡിഫറെന്റ് കൺസെപ്റ്റുകൾ ഉണ്ട്. അത് നമുക്ക് ഇന്ത്യൻ പൊളിറ്റി ഭാഗത്തേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് റിസർവേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് നമ്മളുടെ സംസ്ഥാനം, നമ്മളുടെ രാജ്യം, സ്റ്റേറ്റ്, നമ്മളുടെ രാജ്യം ഒരാളെ, ഒരു സിറ്റിസണിനെ എന്തൊക്കെ ബേസിസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, റിലീജിയന്റെ പേരിൽ പാടില്ല, റേസിന്റെ പേരിൽ പാടില്ല, വർഗത്തിന്റെ പേരിൽ പാടില്ല, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ പാടില്ല, അല്ലെങ്കിൽ ലിംഗത്തിന്റെ പേരിലോ ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ. നിങ്ങൾ ഒരു മലയാളിയാണ്, മല്ലു ആണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 15-നെതിരെയുള്ള ലംഘനമാണ്. നിങ്ങൾ ഇന്ന ജാതിയാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 15-ന്റെ ലംഘനമാണ്. ഓക്കെ, സോ ഈ 5 കാര്യങ്ങൾ, റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ഈ 5 കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോ ഈ നമ്മളുടെ റിസർവേഷൻ കൊടുക്കുന്നത് ഈ കാസ്റ്റ് ബേസിസിലല്ലേ. SC STക്ക് കൊടുക്കുന്നു, EWSന് കൊടുക്കുന്നു, OBCക്ക് കൊടുക്കുന്നു, അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ക്ലാസ്സിന് കൊടുക്കുന്നു. അപ്പൊ അതൊരു പ്രശ്നമല്ലേ, അത് ആർട്ടിക്കിൾ 15-ന്റെ ലംഘനമല്ലേ? ഈ ചോദ്യം 1950 കാലഘട്ടങ്ങളിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചെമ്പകം ദൊരൈരാജൻ. മനസ്സിലായോ? ഇന്ത്യയിലെ ഫേമസ് കേസ്, അതായത് ഫസ്റ്റ് അമെൻഡ്മെന്റ് ആക്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാൻ കാരണമായ കേസാണ് ഏത്, ചെമ്പകൻ ദൊരൈരാജൻ വെസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറഞ്ഞ കേസ്. കേട്ടിട്ടില്ലാത്തവര് നോട്ട് ചെയ്ത് വെക്കുക, ചെമ്പകൻ ദൊരൈരാജൻ വെസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1951 കേസ്. ഈ കേസിൽ എന്താണ് സംഭവിച്ചത്, ചെമ്പകൻ ദൊരൈരാജൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. ചെമ്പകം ദൊരൈരാജൻ എന്ന് പറയുന്ന കുട്ടിക്ക് എന്താ സംഭവിച്ചത്, മെഡിക്കൽ സീറ്റിന്, അതായത് കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ മദ്രാസ് സ്റ്റേറ്റിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. മദ്രാസ് സ്റ്റേറ്റിലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് സെക്ടേഴ്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബ്രാഹ്മിൻസിന് ഇത്ര സീറ്റ്, നോൺ ബ്രാഹ്മിൻസിന് ഇത്ര സീറ്റ്, വേറെ കമ്മ്യൂണിറ്റിക്ക് ഇത്ര സീറ്റ്, അങ്ങനെ ഡിഫറെന്റ് സീറ്റുകളെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 1951 ഓർക്കണം. മനസ്സിലായോ? സോ ഈ ചെമ്പകം ദൊരൈരാജൻ കോടതിയിൽ പോയിട്ട് എന്ത് പറഞ്ഞു, പ്രിയപ്പെട്ട കോടതി, ഇത് എന്റെ ആർട്ടിക്കിൾ 15-ന്റെ ലംഘനമാണ്. കോടതി, ഇതെന്റെ ആർട്ടിക്കിൾ 15-ന്റെ ലംഘനമാണ്, ഇക്വാലിറ്റി ഇവിടെ എനിക്ക് നടപ്പാകുന്നില്ല. അപ്പൊ കോടതി പറഞ്ഞു, ശരിയാണ്, ഇത് ഇക്വാലിറ്റിയുടെ ലംഘനമാണ്, അപ്പോ അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അതായത്
മദ്രാസ് സ്റ്റേറ്റിന്റെ ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു 1931 1927 ഓർഡർ. ആ ഓർഡർ പിൻവലിക്കണം, ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം എന്ന് പറഞ്ഞു. അതിനെതിരെയാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് വരുന്നത്. സോ ചെമ്പകം തുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന ഫേമസ് കേസ് അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിലൂടെയാണ് ജഡ്ജ്മെന്റിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വരുന്നത്. ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ടിൽ എന്ത് ചെയ്തു നമ്മൾ? ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ടില് നമ്മൾ ആർട്ടിക്കിൾ 15 അണ്ടറിൽ ഒരു സബ് ക്ലോസ് കൊണ്ടുവന്നു. അതായത് എക്കോണമിക്കലി ബാക്ക്വേർഡ് അല്ല, സ്പെഷ്യൽ പ്രൊവിഷൻസ് നമുക്ക് റിസർവേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ലോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആർട്ടിക്കിൾ 15(4) സബ് ക്ലോസിന്റെ അണ്ടറിൽ. അത് ഈക്വാലിറ്റിക്ക് എതിരല്ല എന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ്. അങ്ങനെ ആദ്യത്തെ അമെന്റ്മെന്റ് ഇന്ത്യയിൽ വരികയാണ്. ആദ്യത്തെ അമെന്റ്മെന്റിൽ അത് മാത്രമല്ല, ആർട്ടിക്കിൾ 19 ഇൻക്ലൂഡഡ് ആയിട്ട് പല ആർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ആർട്ടിക്കിൾ 15 എന്ത് ആഡ് ചെയ്തു? ക്ലോസ് 4 ആഡ് ചെയ്തു. ക്ലോസ് 4 എന്ന് പറഞ്ഞ ഒരു ചട്ടം ആഡ് ചെയ്തു. അതിൽ എന്ത് പറഞ്ഞു? സ്പെഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, അത് ഇക്വാലിറ്റിക്ക് എതിരല്ല എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെയാണ് നമ്മളുടെ റിസർവേഷന്റെ തുടക്കം വരുന്നത്. മനസ്സിലായോ? സോ ഇനി തീരുമാനിക്കേണ്ടത് എന്താണ്? എത്ര റിസർവേഷൻ കൊടുക്കണം? എന്താണ് തീരുമാനിക്കേണ്ടത്? എത്ര റിസർവേഷൻ കൊടുക്കണം? എത്ര പെർസെന്റേജ് റിസർവേഷൻ കൊടുക്കും? 1950 കാലഘട്ടമാണ്, ഓർക്കണം. ആരാണ് ഭരിക്കുന്നത്? നെഹ്റു ആണ് ഭരിക്കുന്നത്. സോ നെഹ്റുവിന് എത്ര കൊടുക്കണമെന്ന് ഒരു ക്ലിയർ കട്ട് ആയിട്ട് ഐഡിയ ഇല്ല. സോ നെഹ്റു 1953 ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ പേര് കക്ക കലേകാർ കമ്മീഷൻ ഓർ ദ ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ബാക്ക്വേർഡ് ക്ലാസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാനായിട്ട് കക്ക കലേകാർ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ഒരു കമ്മീഷൻ രൂപീകരിച്ചു. സോ ദ ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഓർ ദ ഫേമസ് കക്ക കലേകാർ കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ 1953. അദ്ദേഹം കമ്മീഷൻ രൂപീകരിച്ചു, പഠനം നടത്തി. പഠനത്തിന്റെ റിപ്പോർട്ട് ഞെട്ടിച്ചെറിഞ്ഞു. അതായത് അദ്ദേഹം 1931 സെൻസസ് പ്രമാണിച്ചിട്ടാണ് ഈ പഠനം നടത്തിയത്. എന്നിട്ട് അദ്ദേഹം നെഹ്റുവിനോട് പറഞ്ഞു, നെഹ്റുജി, ഞാൻ വളരെ ഗംഭീരമായിട്ട് പഠനം നടത്തി. ഞാൻ കണ്ടെത്തിയത് കുറച്ച് സീൻ കാര്യങ്ങളാണ്. എന്താണ്? ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 2500ഓളം ജാതികളുണ്ട്. 2500 കാസ്റ്റുകൾ ഇന്ത്യയിലുണ്ട്. നെഹ്റു ഞെട്ടിപ്പോയി. ഇതെന്താണ് ഇത്? ഈ 2500 കാസ്റ്റുകൾക്കും റിസർവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പോരാണ്ട് വരും, സീറ്റുകൾ അധികം എടുക്കേണ്ടി വരും. മനസ്സിലായോ? സോ നെഹ്റു പറഞ്ഞു, കഥകളിക്കാർ പറഞ്ഞു, 2500ഓളം ജാതികൾ മിനിമം ഉണ്ടാവും. ചില ജാതികളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, മിക്സഡ് ആക്കിയിട്ടുള്ള ഇതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ മിനിമം ഒരു 2500 പേരെങ്കിലും വരും. എന്ത് പ്രമാണിച്ചിട്ട്? 1931 സെൻസസ് പ്രമാണിച്ചിട്ട്. സോ ഒരു 25% മുതൽ 70% വരെ റിസർവേഷൻ കൊടുക്കേണ്ടി വരും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തു, വുമൻസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. അതായത് വുമൻസിനെ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് 70% വരെ റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. നെഹ്റു മിണ്ടിയില്ല. കാരണം നെഹ്റുവിന് അറിയാം 1950-55 കാലത്ത് ഈ റിസർവേഷനും കൂടി എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്ത്യ നിന്ന് കത്തും. സോ നെഹ്റു പറഞ്ഞു, ഇല്ല, ഇത് നമ്മൾ ഒരു നാഷണൽ സ്പെസിഫിക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ അവിടെ വെച്ചോളൂ, ടേബിളിൽ അങ്ങനെ തന്നെ വെച്ചോളൂ, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നില്ല. പകരം സ്റ്റേറ്റുകൾക്ക് റിസർവേഷൻ കൊടുക്കാം. സ്റ്റേറ്റുകൾക്ക് അവരുടെ ആജ്ഞകൾ അനുസരിച്ചിട്ട് ഓരോ സംസ്ഥാനത്തിനും റിസർവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. സോ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് 1955 മുതൽ 1980 കാലഘട്ടം വരെ ഓരോ സ്റ്റേറ്റും റിസർവേഷൻ കൊടുക്കാൻ തുടങ്ങി. അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. എന്ത് സംഭവിച്ചു? വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നവരെ ആരാണോ അവർക്ക് എല്ലാവർക്കും റിസർവേഷൻ കൊടുക്കാൻ തുടങ്ങി. വോട്ട് കൂടുതൽ കിട്ടുന്ന ആർക്കാണോ അവർക്ക് എല്ലാവർക്കും റിസർവേഷൻ കൊടുക്കാൻ തുടങ്ങി. ചില സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ റിസർവേഷന്റെ എണ്ണം 83% വരെ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. തമിഴ്നാട്, ബീഹാർ, ബംഗാൾ, അങ്ങനെയുള്ള ഡിഫറെന്റ് സംസ്ഥാനങ്ങളിൽ 83%, അതായത് 100 പേര് ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ 83% റിസർവേഷൻ കാറ്റഗറിയിൽ പോകും. ബാക്കി എത്രയാണ്? 17% മാത്രമേ ജനറൽ കാറ്റഗറീസ് ഉള്ളൂ.
സോ അത് ഭയങ്കര തലവേദനയാവാൻ തുടങ്ങി. മനസ്സിലായോ? സോ പിന്നീട് 1979 വന്ന മൊറാർജി ദേശായി, നമ്മളുടെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൊറാർജി ദേശായി പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, ഒന്നും കൂടി പഠിക്കണം. സോ ദ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ വാസ് ഫോംഡ് അണ്ടർ 1979 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മണ്ഡൽ, BP മണ്ഡൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മണ്ഡൽ കമ്മീഷൻ. അങ്ങനെയാണ് ഫേമസ് മണ്ഡൽ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അദ്ദേഹം പഠിച്ചു, അദ്ദേഹം ഓരോ ക്ലാസ്സുകളെയും. സോ ആ സമയം ആയപ്പോഴേക്കും എന്തുണ്ട്, സെൻസസുകൾ വീണ്ടും നടക്കാനായിട്ട് തുടങ്ങി. 1951, 61, 71 സെൻസസ് നടന്നു. സോ ഈ സെൻസസിന്റെ ബേസിസിലെല്ലാം നമ്മൾ പുതിയതായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു, ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റഡി വെച്ചു, എത്ര റിസർവേഷൻ കൊടുക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ട്. സോ ഇവിടെ പുള്ളി ഐഡന്റിഫൈ ചെയ്ത BP മണ്ഡൽ ഐഡന്റിഫൈ ചെയ്ത മറ്റൊരു കാര്യമാണ് അതർ ബാക്ക്വേർഡ് ക്ലാസ്. അതായത് SC ST അല്ലാണ്ട് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. മനസ്സിലായോ? ഷെഡ്യൂൾഡ് ക്ലാസ്, ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലാണ്ട് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ട്. അവർക്ക് പെർട്ടിക്കുലർലി ഒരു റിസർവേഷൻ കൊടുക്കണം. അത് 27% ആയിട്ട് ഇദ്ദേഹം നിശ്ചയിച്ചു. സോ എല്ലാം കൂടി കൂട്ടി വന്നപ്പോൾ എത്രയായി? 52% റിസർവേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയായി. മനസ്സിലായോ? പക്ഷെ മൊറാർജി ദേശായിയുടെ കാലഘട്ടം അധികകാലം നീണ്ടു നിന്നില്ല. വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു. ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി. സോ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ എത്ര പറഞ്ഞേ? 52% റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. സോ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി, തൊട്ടാ പണിയാണ്. നെഹ്റുവിനുണ്ടായ അതേ ഐഡിയ തന്നെയാണ്. ഇതുമ്മ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ കത്തും. മനസ്സിലായോ? കാരണം റിസർവേഷൻ എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. ഇപ്പൊ നമ്മൾ 50% വെച്ചിട്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. റിസർവേഷൻ തെറ്റാണ്, മാങ്ങയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. മനസ്സിലായോ? സോ അന്നത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കി, കത്തൊന്ന് മനസ്സിലായി. ഇന്ദിരാഗാന്ധി പറഞ്ഞു, എവിടെയാണോ അത് ഇരുന്നത് അവിടെ തന്നെ ഇരുന്നോട്ടെ, തുറക്കാൻ നിൽക്കണ്ട. പിന്നീട് ആര് വന്നു? രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധിയും സെയിം നിലപാട് തന്നെ തീരുമാനിച്ചു. പിന്നീട് VP സിംഗ് അധികാരത്തിലേക്ക് വരികയാണ്. രാജീവ് ഗാന്ധിക്ക് ശേഷം ഒരു കോയിലീഷൻ ഗവൺമെന്റ് ആയിട്ട് VP സിംഗ് അധികാരത്തിലേക്ക് വരികയാണ്. VP സിംഗ് കുറച്ചു കാലം മാത്രമേ അവിടെ നിന്നുള്ളൂ. ദെൻ VP സിംഗ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാണ് 1989. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ VP സിംഗിന് പുറത്തു പോകേണ്ടി വന്നു. അതിനുശേഷം 1990 നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏത്? സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ റിപ്പോർട്ട്, അല്ലെങ്കിൽ മണ്ഡൽ റിപ്പോർട്ട്, BP മണ്ഡലിന്റെ മണ്ഡൽ റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? അവിടെ നമ്മളുടെ എക്കോണമിക്കലി വീക്കർ അല്ല, അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് 27% റിസർവേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ടോട്ടൽ എത്ര വന്നു? 52% വന്നു. ഇന്ത്യ കത്തിയില്ലേ? അതായത് 52% എന്തില്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളിൽ നമ്മളുടെ റിസർവേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇന്ത്യ കത്തി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു പയ്യൻ ഡൽഹിയിൽ, അതെ എനിക്ക് തോന്നുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നവൻ ദേഹത്തേക്ക് തീയൊഴിച്ച് അദ്ദേഹം മരിക്കുക കൂടി ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു റിസർവേഷനെതിരായി പ്രവർത്തിച്ചിട്ട്. സോ ഡൽഹിയൊക്കെ ആ സമയത്ത് ഒരു കലാപ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. എന്തുകൊണ്ട്? ഈ റിസർവേഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട്. സോ നരസിംഹറാവു പറഞ്ഞു, ഇല്ല, ഞാനിത് പ്രഖ്യാപിക്കുകയാണ്, മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോടതിയിലെ കേസ് പോയി. ദ ഫേമസ് ആൻഡ് ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഏതാണ്? ഇന്ദിരാസ്വാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഫേമസ്ലി നോൺ ആസ് മണ്ഡൽ കേസ്. എന്തുകൊണ്ടാണ് മണ്ഡൽ കേസ് എന്ന് പറയുന്നത്? മണ്ഡൽ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ കേസ് വരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇന്ദിരാസ്വാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ഓൾസോ നോൺ ആസ് മണ്ഡൽ കേസ്. സോ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയതിലേക്ക് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് വരാം. അതിനു മുൻപ് ഞാൻ ഈ ഇന്ദിരാസ്വാനി കേസ് എന്താണെന്ന് പറയട്ടെ. സോ മണ്ഡൽ കേസിൽ എന്താണ് സംഭവിച്ചത്? നമ്മളുടെ സുപ്രീം കോടതി പറഞ്ഞു, മക്കളെ നിങ്ങൾ ചെയ്തത് ശരിയാണ്, റിസർവേഷൻ നമ്മൾക്ക് കൊടുക്കണം, ശരിയാണ്. കാരണം ഒരുപാട് ആളുകൾ റെപ്രസെന്റേഷൻ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ മാക്സിമം 50% വരെ കൊടുത്താൽ മതി. ഇവർക്ക് എല്ലാവർക്കും കൊടുത്തോളൂ, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ മാക്സിമം 50% വരെ കൊടുത്താൽ മതി. പക്ഷേ ഇനി വേറൊരു കണ്ടീഷൻ കൂടി പറഞ്ഞു, മാക്സിമം 50% വരെ മതി.
ഇനി പ്രമോഷനിലുള്ള റിസർവേഷൻ വേണ്ട. മനസ്സിലായോ? നിങ്ങളൊരു ജോലിക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം കൊടുത്തോളൂ. അതായത് UPSC സിവിൽ സർവീസിന് തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം കൊടുത്തോളൂ. പക്ഷെ പ്രമോഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങളൊരു പ്രമോഷൻ തീരുമാനിക്കുമ്പോൾ, ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റലായിട്ട് പ്രമോഷൻ തീരുമാനിക്കുമ്പോൾ അവിടെ ഈ റിസർവേഷൻ കൊടുക്കണ്ട. മനസ്സിലായോ? അവർ ഓൾറെഡി ഈ റിസർവേഷന്റെ അടിസ്ഥാന തത്വം പാലിച്ചിട്ട് വന്നവരാണ്. ഇനി അവരുടെ ഇടയിൽ വീണ്ടും ഈ റിസർവേഷൻ കൊടുക്കണ്ട. അവിടെ ഇക്വാലിറ്റി കൊടുക്കണം. മനസ്സിലായോ? സോ പ്രമോഷണൽ റിസർവേഷൻ വേണ്ട മക്കളെ. കൊടുത്തോ, നിങ്ങൾ ആദ്യത്തെ കേസിൽ കൊടുത്തോ, 50% വരെ മതി. പ്രമോഷണൽ റിസർവേഷൻ വേണ്ട. ദെൻ ക്രീമി ലെയർ. മനസ്സിലായോ? ക്രീമി ലെയർ അതായത് ഈ അതർ ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റിയിലും ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും റിസർവേഷൻ ആവശ്യമില്ലാത്ത ആളുകളുണ്ട്. മനസ്സിലായോ? അതായത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമില്ലാത്ത, ഫിനാൻഷ്യലി വെൽ ബീയിങ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായോ? അത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ നിങ്ങൾ കണ്ടെത്തിയിട്ട് അവരെ ഈ റിസർവേഷനിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള പ്രക്രിയകൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ഒരു നല്ല ഒരു രീതിയായിട്ടല്ല, അത് ഒരു റിസർവേഷൻ ഒരു നല്ല ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇതിനെതിരെയൊക്കെ ഇന്ത്യയിൽ പല സമരങ്ങളും നടന്നു. നമ്മളുടെ സണ്ണി ആൻഡ് കബിക്കാട് അടക്കമുള്ളവരെ നിശിതമായി വിമർശിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രീമി ലെയർ എന്ന് പറയുന്ന കാര്യം. കാരണം റിസർവേഷൻ ഒരു പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം അല്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ വാദം. തീർച്ചയായിട്ടും ആ വാദങ്ങളെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം UPSC കാര്യത്തിലേക്ക് തന്നെ നമുക്ക് തുടർന്ന് പോകാം. സോ ഇന്ദിരാ സാനി ജഡ്ജ്മെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ റിസർവേഷൻ കൊടുത്തോളൂ, പക്ഷേ 50% വരെ മതി. പ്രൊമോഷണൽ റിസർവേഷൻ വേണ്ട. 27% OBCക്കുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ക്രീമി ലെയറിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ റിസർവേഷന്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ, നടപടികൾ ചെയ്യുകയും വേണം. ഇങ്ങനെയാണ് ഇന്ദിരാ സാനി ജഡ്ജ്മെന്റ് നടക്കുന്നത്. സോ ഇതാണ് റിസർവേഷന്റെ നാൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നിങ്ങളൊരു UPSC ആസ്പിരന്റ് ആയിരിക്കുമ്പോൾ നിങ്ങളൊരു റിസർവേഷനെ കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റണം എന്താണ് റിസർവേഷൻ. പലർക്കും പറയാൻ പറ്റുന്നില്ല. റിസർവേഷനെ കുറിച്ചിട്ട് പല ചർച്ചകളും നടത്തുന്നവർക്ക് പോലും എങ്ങനെയാണ് റിസർവേഷൻ വന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റണം. പറയുമ്പോൾ എവിടെ നിന്ന് പറയണം? 1951 തുടങ്ങി പറയണം. അതിന് മുന്നേയും ചരിത്രമുണ്ട്. ജ്യോതിബ ഫുലെയാണ് ആദ്യമായിട്ട് റിസർവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും തുടങ്ങിയത് 1881. ആ ചരിത്രത്തിലേക്ക് പോയില്ലെങ്കിലും നമ്മളുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് സംഭവിച്ചു, അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. സോ 1951 ആർട്ടിക്കിൾ 15 പ്രകാരമാണ് റിസർവേഷൻ ചെയ്യുന്നത്. അതിനെതിരെ കേസിന് പോയി. ഇക്വാലിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ട് കേസിന് പോയി. ആരാണ് കേസിന് പോയത്? നമ്മളുടെ ചെമ്പകം ദൊരൈരാജൻ കേസിൽ പോയി. ഫേമസ് കേസ് ചെമ്പകം ദൊരൈരാജൻ വെസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1951 എഴുതി വെക്കുക. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വരികയാണ്. റിസർവേഷൻ കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 15 സബ് ക്ലോസ് 4 ആഡ് ചെയ്തു. റിസർവേഷൻ കൊടുക്കാം, സ്പെഷ്യൽ പ്രൊവിഷൻസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് റിസർവേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വരികയാണ്. അതിനുശേഷം നെഹ്റു എന്ത് ചെയ്തു? ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, എത്ര റിസർവേഷൻ കൊടുക്കണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കക്ക കലൈക്കാർ കമ്മീഷൻ രൂപീകരിച്ചു. മനസ്സിലായോ? ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ രൂപീകരിച്ചു. അദ്ദേഹം പറഞ്ഞു 25% മുതൽ 70% വരെ റിസർവേഷൻ കൊടുക്കേണ്ടി വരും. 2500ഓളം കാസ്റ്റുകളും സബ് കാസ്റ്റുകളും നമ്മളുടെ ഇടയിലുണ്ട്. നെഹ്റു പറഞ്ഞു കൊടുക്കണ്ട, സ്റ്റേറ്റുകൾ തീരുമാനിച്ചോട്ടെ. അപ്പൊ എന്താ പ്രശ്നം പറ്റി? സ്റ്റേറ്റുകൾ എല്ലാവർക്കും റിസർവേഷൻ കൊടുക്കാൻ തുടങ്ങി. വോട്ട് ബാങ്കുകൾക്ക് അനുസരിച്ച് ഓരോ പൊളിറ്റിക്കൽ പാർട്ടി വരുമ്പോഴും ഓരോരുത്തർക്കും റിസർവേഷൻ കൊടുക്കാൻ തുടങ്ങി. സോ മൊറാർജി ദേശായിയുടെ കാലഘട്ടം ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ 1979 അതും പറഞ്ഞു 52% റിസർവേഷൻ കൊടുക്കണം. ഇന്ദിരാഗാന്ധി വന്നപ്പോഴും അത് അനക്കം ഉണ്ടായില്ല. രാജീവ് ഗാന്ധി വന്നപ്പോഴും അനക്കം ഉണ്ടായില്ല. ദെൻ VP സിംഗ് വന്നു. VP സിംഗ് പറഞ്ഞു ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ പുള്ളിയുടെ കോയിലേഷൻ ഗവൺമെന്റ് താഴെ വീണു. അപ്പൊ ആര് വന്നു? നമ്മളുടെ നരസിംഹറാവു ഗവൺമെന്റ് വന്നു 1992 91. സോ 91 പുള്ളി ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇന്ത്യ നിന്ന് കത്തി. പല വൻ പ്രശ്നങ്ങൾ ഉണ്ടായി. കേസിന് പോയി. ആ കേസ് ഏതാണ്? ഇന്ദിരാ സാനി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. മനസ്സിലായോ? ആ കേസിൽ എന്ത് പറഞ്ഞു? ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ 50% മാത്രം കൊടുത്താൽ മതി. OBCക്കുള്ള 27% ഓക്കെയാണ്, പക്ഷെ പ്രമോഷനിൽ റിസർവേഷൻ വേണ്ട. ദെൻ ക്രീമി ലെയറിനെ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? റിസർവേഷനിൽ നിന്ന് ഒഴിവാക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് റിസർവേഷന്റെ ഒരു നാൾ വഴി വരുന്നത്.
മനസ്സിലായോ? സോ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത് ഇപ്പോഴും റിസർവേഷൻ നമ്മളുടെ എവിടെ കൊടുത്തിട്ടില്ല, ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റി പോസ്റ്റുകളിൽ റിസർവേഷൻ ഫില്ല് ചെയ്യുന്നില്ല. അത് നമ്മളുടെ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ടീച്ചേഴ്സ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത് പോലും പലപ്പോഴും ചുരുക്കമാണ്. മനസ്സിലായോ? ആ ഫില്ല് ചെയ്യുന്നതാണെങ്കിലും ഈ റിസർവേഷന്റെ ബേസിസിലല്ല. സോ അതൊരു ജസ്റ്റിസ് പ്രോബ്ലം ആണ്, അതൊരു ഇക്വാലിറ്റി ഓഫ് റെപ്രസെന്റേഷന്റെ പ്രോബ്ലം ആയിട്ടാണ് ഈ ആർട്ടിക്കിൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ റിസർവേഷന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു വുമൺ എംപവർമെന്റ്. വുമൺ എംപവർമെന്റിന്റെ ബേസിസിൽ മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ഗംഭീര ആർട്ടിക്കിളാണ് ഇന്നത്തെ ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നതും നമ്മളുടെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിട്ടുള്ള അന്നപൂർണ ദേവിയാണ്. മനസ്സിലായോ? സോ ഒരു മെയിൻസ് ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആംഗിളുകളിൽ നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, മാം കൊടുത്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് UPSC സ്പെസിഫിക്കിൽ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് ഈ ആർട്ടിക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. മാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വുമൺ എംപവർമെന്റ് പൂർണ്ണമാകണമെങ്കിൽ 4 കാര്യങ്ങളിലുള്ള ആക്സസ് കൊടുക്കണം. ഒന്ന്, ആക്സസ് ടു റൈറ്റ്, ആക്സസ് ടു സർവീസ്, ആക്സസ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് ആക്സസ് ടു ഓപ്പർച്യൂണിറ്റി. എന്ത് ഗംഭീരമായിട്ടാണ് ഈ 4 കാര്യങ്ങളെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു മെയിൻസ് ആൻസർ അല്ലേ കിടക്കുന്നത്. അതായത് വുമൺ എംപവർമെന്റിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ ആദ്യം ഈ 4 കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ വെൽ സ്ട്രക്ചർ ആയിട്ട് മാറും. മനസ്സിലായോ? ഞാനിവിടെ ഒരു അഡീഷണൽ പോയിന്റ് കൂടി ആഡ് ചെയ്തു, ആക്സസ് ത്രൂ ടെക്നോളജി. മനസ്സിലായോ? സോ ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് നമ്മളോട് പറയാണ്, അതായത് മിനിസ്റ്റർ തന്നെ പറയാണ് ഇങ്ങനെ 4 കാര്യങ്ങളാണ്. എങ്കിൽ പിന്നെ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റ് ചെയ്തുമ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എഴുതിക്കൂടെ? ആക്സസ് ടു റൈറ്റ്സ്. എന്തൊക്കെ റൈറ്റുകളാണ് ഒന്നാമതായിട്ടുള്ളത്? അതായത് റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു കൾച്ചറൽ ഫ്രീഡം. അങ്ങനെ ഡിഫറൻസ് റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള പറയുന്ന ഡിഫറെന്റ് റൈറ്റുകൾ. ഈ റൈറ്റുകൾക്കെല്ലാം ആക്സസ് വുമൻസിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ്ലി വുമൺ എംപവർമെന്റ് ആവുകയുള്ളൂ. മനസ്സിലായോ? സോ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. 2016 അത് ഇംപ്ലിമെന്റ് ചെയ്തത്. മോദി ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ആയിരുന്നു ബേട്ടി ബച്ചാവോ. അതിനു മുൻപ് എന്തൊക്കെയുണ്ടായിരുന്നു? ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്. 2006 2006 മുന്നേ വന്നിട്ടുണ്ട് ചൈൽഡ് മാരേജ് ആക്ട്. ഇത് അമെന്റ്മെന്റ് ആക്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ മെറ്റേണി ബെനിഫിറ്റ് ആക്ട്, അതിന്റെയും അമെന്റ്മെന്റ് ആണ് 2017 വന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. എന്താണ് 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പറയുന്നത്? അമെന്റ്മെന്റ് പറയുന്നത് നമ്മളുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, അതായത് നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിൽ ജനാധിപത്യമുള്ള പ്രതിനിധികളെ സെലക്ട് ചെയ്യുമ്പോൾ 33% സംവരണം കൊടുക്കണം. ആർക്ക്? സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം എന്ന് പറയുന്നതാണ് 73rd ആൻഡ് 74th അമെന്റ്മെന്റ് ആക്ട്. ദെൻ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹറാസ്മെന്റ് കുറയ്ക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു ആക്ട് ഉണ്ട്. ദെൻ വേറെ ഏതൊക്കെ ആക്ടുകൾ നിങ്ങൾക്കറിയാം? പോക്സോ ആക്ട് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, ദെൻ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്. അങ്ങനെ ഡിഫറെന്റ് ആക്ടുകൾ എന്തിനു വേണ്ടിയിട്ടുണ്ട്? ഈ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ആക്സസ് ടു എംപവർമെന്റ് എവിടെയാ കിടക്കുന്നത്? ഈ റൈറ്റുകളിലേക്കുള്ള ആക്സസുകളാണ്. അതായത് അവരുടെ ശരികൾ, അവരുടെ അവകാശങ്ങൾ കിട്ടിയാൽ മാത്രമേ ഫസ്റ്റ് ലെവൽ ഓഫ് എംപവർമെന്റ് പൂർണ്ണമാകുകയുള്ളൂ. Then related to second level of service, second level of access. എംപവർമെന്റ് പൂർത്തിയാക്കണമെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സർവീസുകളിലേക്കുള്ള ആക്സസ് കൊടുക്കണം. മനസ്സിലായോ? സർവീസസിലേക്കുള്ള ആക്സസ് കൊടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജനനി സുരക്ഷാ യോജന, അല്ലെങ്കിൽ പോഷൻ അഭിയാൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? LPG കണക്ഷനുകൾ കൊടുക്കും. LPG കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വുമൺ എംപവർമെന്റ് ആകുന്നത്? ഏറ്റവും കൂടുതൽ വുമൻസ് ചെലവഴിക്കുന്ന ഒരു ഇടമാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. അടുക്കളയില്
നോർത്തേൺ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും വിറകടുപ്പിലായിരുന്നു പണ്ട് വരെ പാകം ചെയ്തിരുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ മിക്കവരും വിറകടുപ്പുകളാണ്. സോ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പല പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും. ഈ പുക ശ്വസിക്കുന്നത് വഴിയിട്ട് കാർസിനോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലങ് ഡിസീസുകൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങളും വരും. സോ പാവപ്പെട്ടവർക്ക് ഈ LPG കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്നത് വഴി അവരുടെ ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സാധിച്ചു. ദെൻ പോഷൻ അഭിയാൻ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കും അംഗൻവാടികൾ വഴി അവരുടെ പോഷകാരോഗ്യങ്ങൾ, ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഇംപ്ലിമെന്റ് കൊടുത്തു. ദെൻ ഡിഫറെന്റ് പ്രൊജക്ട്, നമ്മൾ ഈ ആർട്ടുകളിൽ തന്നെ ഡിഫറെന്റ് പ്രൊജക്ടുകൾ പറയുന്നുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ആക്സസ് ടു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോസ് പലതും ഇംപ്ലിമെന്റ് ചെയ്തു. ഏതൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ദെൻ വർക്ക് പ്ലേസസിലെ സെക്ഷൽ ഹറാസ്മെന്റ് തടയുന്നതിന് വേണ്ടിയിട്ട് ദെൻ സഖി വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് നമ്മൾ ഇത് ചെയ്തു. വുമൺ സെല്ലുകൾ നമ്മൾ രൂപീകരിച്ചു. ഓരോ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും വുമൺ സെല്ലുകൾ രൂപീകരിച്ചു. ദെൻ ബഡ്ജറ്റ് അലോക്കേഷൻസ്, അതായത് ജനറൽ ന്യൂട്രൽ ബഡ്ജറ്റുകൾക്ക് പകരം ജനറൽ ബഡ്ജറ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊരു 2007 കാലഘട്ടം തുടങ്ങിയാണ് അങ്ങനെ ഒരു ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒഡീഷയാണ്, സ്റ്റേറ്റ് സ്പെസിഫിക്കലി. ഞാൻ ഇപ്പൊ ഓർത്തപ്പോ എന്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോ ഞാൻ ഒരു പോയിന്റ് ആയിട്ട് ആഡ് ചെയ്തതാണ്. ചിലപ്പോ നമ്മളുടെ സ്ലൈഡിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മനസ്സിലായോ? ദെൻ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റി. ഒന്നാമത്തെ റൈറ്റുകൾക്ക് നമ്മൾ ആക്സസ് കൊടുത്തു, സോ അവർ കോൺഫിഡന്റ് ആയി. ദെൻ എന്ത് കൊടുത്തു? സർവീസസുകളിലേക്കുള്ള ആക്സസ് കൊടുത്തു, അപ്പൊ വീണ്ടും അവർ കോൺഫിഡന്റ് ആയി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്സസ് ടു പ്രൊട്ടക്ഷൻ. അവർ എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് പ്രൊട്ടക്ഷൻ ഉള്ള സാധനങ്ങൾ കൊടുത്തു. അവരുടെ ജോലി സ്ഥലത്ത് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്, അവർ ഹറാസ്മെന്റ് തടയാനായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ലെവൽ ഈസ് ആക്സസ് ടു ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയൊക്കെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറണമെന്നില്ല. പുരുഷന്മാരുടെ ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ്, സമൂഹത്തിന്റെ പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് മാറണമെന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ഇനീഷ്യേറ്റീവ്, എന്റർപ്രണർഷിപ്സ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോ മുദ്രാ ലോണുകൾ പോലെയുള്ള ലോണുകൾ, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് ആയിട്ട് ഈ നമ്മളുടെ കുടുംബശ്രീ പോലെയുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. എഡ്യൂക്കേഷണൽ പോളിസീസിൽ ജെൻഡർ ഇൻക്ലൂഷൻ. മനസ്സിലായോ? ഈ ഓപ്പർച്യൂണിറ്റിയുടെ ബേസിസിലും നമുക്ക് ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന കാര്യം പറയാം. ജെൻഡർ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മെയിൻ ആൻസർ റൈറ്റിംഗിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം നോക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ചിട്ടാണ് എഴുതുന്നത്. മനസ്സിലായോ? സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിൻ ആൻസർ റൈറ്റിംഗിലേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറാക്കുക. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിലേക്ക് വരാം. ഈ ആർട്ടിക്കിളിൽ നമ്മളുടെ അന്നപൂർണ ദേവി മാം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് എങ്ങനെയാണ് ഈ 5 പില്ലേഴ്സിന്റെ ഈ 4 പില്ലേഴ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ഉണ്ടായിരുന്നു, ദെൻ എന്തുണ്ടായിരുന്നു? പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, മൂന്നാമതായിട്ടുണ്ടായിരുന്നു റൈറ്റ് ഉണ്ടായിരുന്നു, സർവീസ് ഉണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, ദെൻ അവസാനമായിട്ട് നമ്മൾ എന്താ കൊടുത്തേ? ഓപ്പർച്യൂണിറ്റി. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഈ സർവീസിൽ പെടുന്ന ഒരു കാര്യമാണല്ലോ ന്യൂട്രീഷൻ കൊടുക്കുക. ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സക്ഷം അംഗനവാടി ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. എന്താണ് സക്ഷം അംഗനവാടി ഇനീഷ്യേറ്റീവ്? അതിൽ നമ്മൾ എന്താ ചെയ്തേ? അതില് നമ്മൾ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്തു. എങ്ങനെയാണ് ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്തത്? ഡയറക്ട്ലി നമ്മളുടെ ഈ മുലയൂട്ടുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കും വേണ്ടിയിട്ട് ഡയറക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അത് ട്രാക്ക് ചെയ്യാനായിട്ട് പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി ഇംപ്ലിമെന്റ് ചെയ്തു. സോ അതൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ആയിട്ട് സാധാരണക്കാരിലേക്ക് എത്താൻ തുടങ്ങി. അവിടെയുള്ള കറപ്ഷൻസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? ദെൻ ഈ അംഗനവാടികളെ എന്ത് ചെയ്തു? ഡിജിറ്റലി എംപവർ ചെയ്തു. മനസ്സിലായോ? സോ അതുവഴി എന്ത് ചെയ്തു? നമ്മളുടെ അംഗനവാടിയിലെ ടീച്ചർമാർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തു. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് പോഷൻ ബി പഠായ് ബി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായോ? പോഷൻ ബി പഠായ് ബി, ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും മെയിൻ ആൻസർ റൈറ്റ് എഴുതുമ്പോൾ എഴുതുന്ന ഒരു പോയിന്റ് ആയിരിക്കും. പക്ഷെ പോഷൻ ബി പഠായ് ബി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ന്യൂസ് പഠിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് ന്യൂസ് വായിക്കുന്ന ഒരാൾ
ആൻസറിൽ എഴുതുന്ന ഒരു കാര്യം മാത്രമായിരിക്കും. സോ അങ്ങനെയുള്ള വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ദെൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അടുത്തത് നമ്മൾ സർവീസ് പറഞ്ഞു. ദെൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഞാൻ പറഞ്ഞു നേഷം വൺ സ്റ്റോപ്പ് സെന്റേഴ്സ്, സഖി വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് അതിന് ബദലല്ല, അതിന് ഒന്നും കൂടി മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്തു? ഷീ ബോക്സ് പോർട്ടലുകൾ നമ്മൾ രൂപീകരിച്ചു. ഷീ ബോക്സ് പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്, ഏകജാലകമാണ്. സോ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ ഷീ ബോക്സ് പോർട്ടലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൽ ഹറാസ്മെന്റ്, അതായത് വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹറാസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കേസായിട്ട് സമർപ്പിക്കാം. സോ ഇതുവഴി ഒരു ഈസി ആക്സസ്, എന്തിനാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആക്സസ് കൊടുത്തു. ദെൻ സർവീസ് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്തു. എന്താണ്? പ്രധാനമന്ത്രി മാതൃവദന യോജന. ഈ യോജന എന്താണ്? അതായത് ഈ യോജന ഗർഭിണികളായിട്ടുള്ളവർക്ക് ഒരു ഇൻസെന്റീവ് കൊടുക്കും. എങ്ങനെ ഇൻസെന്റീവ് കൊടുക്കും? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ നേരിട്ട് പണം നിക്ഷേപിക്കും. മനസ്സിലായോ? 5000 രൂപയാണ് അവർക്ക് കൊടുക്കുന്ന സ്കീം. ഇതെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം ചെക്കപ്പിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് 2500 രൂപ കൊടുക്കും. ദെൻ എനിക്ക് തോന്നുന്നു 9ാം മാസത്തെ ചെക്കപ്പിന് വീണ്ടും പോയി കഴിയുമ്പോൾ വീണ്ടും 2500 രൂപ കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ 2 കുട്ടികൾക്ക് വരെ കൊടുക്കാനായിട്ടുള്ള ഒരു സ്കീമാണ് ഈ മാതൃവദന യോജന, പ്രധാനമന്ത്രി മാതൃവദന യോജന എന്ന് പറയുന്നത്. രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപ കൊടുക്കും. മനസ്സിലായോ? സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫീമെയിൽ ഇൻഫാന്റിസൈഡ് തടയുന്നതിന് വേണ്ടിയിട്ട്, പെൺ ഭ്രൂണ ഹത്യകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻകം കൂടി, ഒരു 6000 രൂപ കൂടി എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ വഴി എന്താണ്? വുമൺ എംപവർമെന്റ് എത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സോ നമ്മളൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ 4 പോയിന്റുകൾ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആൻസറുകൾ സ്ട്രക്ചർ ചെയ്യാൻ. സോ സ്ട്രക്ചറിംഗ് പാർട്ട് ബിക്കം മോർ ഈസി. മനസ്സിലായോ? ദെൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ആക്സസ് ത്രൂ ടെക്നോളജി. ടെക്നോളജിക്ക് ആക്സസ് കൊടുക്കുന്നത് അത് എൻ്റെ ഒരു പോയിന്റ് കോൺട്രിബ്യൂഷൻ ആണ്. മനസ്സിലായോ? അതെങ്ങനെയാണ്? ഇപ്പൊ ഞാനൊരു ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ആക്സസ് ടു ടെക്നോളജി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. സോ അവിടെ എന്താ നമ്മൾ കൊടുക്കുക? അവിടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ ഷീ ബോക്സ്, അതായത് വൺ സ്റ്റോപ്പ് സെന്റേഴ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ഷീ ബോക്സുകൾ ഇതിന് ഈ ടെക്നോളജിയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. മനസ്സിലായോ? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സാധ്യമായത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ആക്സസ് കൊടുത്തുകൊണ്ടാണ്. സോ എംപവർമെന്റിനെ ഫ്യൂവൽ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രൊമിസിംഗ് ആയിട്ടുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ടെക്നോളജിയാണ്. സോ ആ ഒരു പാർട്ട് കൂടി നമ്മൾ ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളുടെ 4th ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു. ഐ ചൂസ് ഈസ് റിലേറ്റഡ് ടു നേവൽ വെസൽസ്. അതായത് ഇന്ത്യ ഒരു പുതിയ നേവൽ വെസല് INS ഉദയഗിരി എന്ന് പറയുന്ന ഒരു നേവൽ വെസല് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ആ നേവൽ വെസൽ മാത്രമല്ല, INS തമാൽ എന്ന് പറയുന്ന മറ്റൊരു ഫോറിൻ നിർമ്മിതമായിട്ടുള്ള ഒരു വെസൽ കൂടി കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് ഡിഫൻസ് സെക്ടറിലാണ് ഇത് കൂടുതലായിട്ട് വരിക. സോ ഇന്ത്യൻ നേവൽ വെസൽസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാത്തവരെ കുറിച്ച് ഞാൻ പറയാം എങ്ങനെയാണ് ഇന്ത്യൻ നേവൽ വെസൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ നേവൽ വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലുകൾ. ഇന്ത്യക്ക് ഒരുപാട് കപ്പലുകളുണ്ട്. മനസ്സിലായോ? സോ ഇതിനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെസൽസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ വാർഷിപ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് നിങ്ങൾക്ക് ഏതറിയാം? INS വിക്രാന്ത്. അതായത് കപ്പലിലൂടെ എയർക്രാഫ്റ്റിനെ ക്യാരി ചെയ്യാനായിട്ടും എയർക്രാഫ്റ്റിനെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ടും സാധിക്കുന്ന കപ്പലുകളെയാണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഫിയസ് വാർഷിപ്പുകൾ. മനസ്സിലായി? ആംഫിയസ് വാർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കരയിലെ ഒരു പോയിന്റ് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ആംഫിയസ് വാർഷിപ്പുകൾ. അതായത് ഇതിൽ ഡിഫറെന്റ് മിസൈലുകൾ ഉണ്ടാകും. അത് കരയിലെ ഒരു പോയിന്റ് അറ്റാക്ക് ചെയ്യാനായിട്ട്, അതായത് കരയുദ്ധം നടക്കുമ്പോൾ കരയുദ്ധത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. നമ്മൾക്ക് കറാച്ചി പോർട്ട് ആക്രമിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ കറാച്ചി പോർട്ട് ആക്രമിക്കണമെന്ന് വിചാരിക്കുമ്പോൾ കറാച്ചി പോർട്ടിലേക്ക്
ആക്രമണം തൊടുത്തു വിടാനായിട്ടുള്ള വാർഷിപ്പുകളാണ് ആംഫിബിയസ് വാർഷിപ്പുകൾ എന്ന് പറയുന്നത്. സോ കരയുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വാർഷിപ്പുകളാണ് ആംഫിബിയസ് വാർഷിപ്പുകൾ. ദെൻ ഡിസ്ട്രോയേഴ്സ്. കരയുദ്ധത്തിന് ആംഫിബിയസ് വാർഷിപ്പ് പോകുമ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു നേവിയുടെ ഷിപ്പ്, പാകിസ്ഥാന്റെ നേവിയുടെ ഷിപ്പ് വെറുതെ നോക്കിയിരിക്കും? ഇല്ല, അവര് അതിന് പ്രത്യാക്രമണം നടത്തും. സോ അങ്ങനെയുള്ള ഷിപ്പുകളെ ഡിസ്ട്രോ ചെയ്യുന്നതാണ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പാണ് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഫ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രോയേഴ്സിനേക്കാളും ചെറിയ വാർഷിപ്പുകളാണ്. മനസ്സിലായോ? ഡിസ്ട്രോയേഴ്സിനേക്കാളും ചെറിയ വാർഷിപ്പുകളാണ്, എന്നാൽ കോവെറ്റ്സിനേക്കാളും വലിയ വാർഷിപ്പുകളാണ്. ഡിസ്ട്രോയേഴ്സിനേക്കാളും ചെറിയ വാർഷിപ്പുകളെയാണ് മേജർലി അവര് ഈ ഡിസ്ട്രോയേഴ്സിനെ അക്കമ്പനി ചെയ്ത് പോകുന്ന വാർഷിപ്പുകളെയാണ് എന്ത് പറയുന്നത്? ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിഗേറ്റ്സിലാണ്. സോ ഫ്രിഗേറ്റ്സ് അല്ലാണ്ട് കോവെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കോവെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മോളർ ആയിട്ടുള്ള, കുറച്ചും കൂടി ചെറിയ വാർഷിപ്പുകളെയാണ് കോവെറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സബ്മറൈൻസ് ഉണ്ട്, മുങ്ങിക്കപ്പലുകളുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ടൈപ്സ് ഉണ്ട് എന്ത് നേവിയുടെ വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുണ്ട്? ഡയറക്ട്ലി പോയിട്ട് എയർക്രാഫ്റ്റുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, അല്ലെങ്കിൽ കരയുദ്ധത്തിന് വേണ്ടിയിട്ട് ആംഫീബിയസ് വാർഷിപ്പുകൾ ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഡിസ്ട്രോയേഴ്സ്, പെർട്ടിക്കുലർലി മറ്റൊരെണ്ണത്തിനെ ആക്രമിച്ച് ഡിസ്ട്രോ ചെയ്യാനായിട്ടുള്ള ഡിസ്ട്രോയേഴ്സ് നമുക്കുണ്ട്. അല്ലെങ്കിൽ എന്താണുള്ളത്? അല്ലെങ്കിൽ ഇതുപോലെ അകമ്പടി പോകുന്ന ഫ്രിഗേറ്റ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഫ്രിഗേറ്റ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ വാർഷിപ്പുകൾ, അതിനെന്താ പറയുന്ന കോവെറ്റ്സ് എന്നാണ് പറയുന്നത്. ദെൻ അന്തർവാഹിനികൾ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലൂടെ പോകുന്ന അന്തർവാഹിനികളുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതില് ഈ ഫ്രിഗേറ്റ്സുകളിൽ പെടുന്ന ഒന്നാണ് ഇന്നലെ ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഏതാണത്? INS ഉദയഗിരി. INS ഉദയഗിരി എന്ന് പറയുന്ന ന്യൂ ഫ്രിഗേറ്റ്സ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു കപ്പലാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് ഇമ്പോർട്ടന്റ് അല്ലേ? ആണ്. ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു ഫ്രിഗേറ്റ്സ് ആണ് എന്ത്? ഈ INS ഉദയഗിരി എന്ന് പറയുന്നത്. സോ ഷിപ്പുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിപ്പുകൾ ഇന്ത്യൻ നേവിയിലെ ഡിഫറെന്റ് ക്ലാസസ് ഉണ്ട്. അതായത് ഇപ്പോ സബ്മറൈൻസിന്റെ കാര്യത്തിലാണെങ്കിൽ അരിഹന്റ് ക്ലാസ്, അല്ലെങ്കിൽ ശിശുഘോഷ് ക്ലാസ്, അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെന്റ് ക്ലാസ്സുകളുണ്ട്. ശിശുഘോഷ് ക്ലാസ്, ദെൻ അരിഹന്റ് ക്ലാസ്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. 4-5 ക്ലാസ്സുകളോളം ഈ നമ്മളുടെ സബ്മറൈൻസിനുണ്ട്. അതുപോലെ ഓരോ സെക്ഷനും ഡിഫറെന്റ് ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളുടെ അടിയിൽ 6-7 ഷിപ്പുകൾ മിനിമം ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പോ ഈ ഫ്രിഗേറ്റ്സിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. മനസ്സിലായോ? ഈ ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്ന ഷിപ്പുകളുടെ അണ്ടറിൽ ഡിഫറെന്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ്സുകൾക്കും സെപ്പറേറ്റ്ലി ഓരോന്നിനും ഓരോ പേരുകൾ ഉണ്ടാവും. ആ ക്ലാസ്സുകളുടെ അണ്ടറിൽ മിനിമം 6-7 വെസലുകൾ ഉണ്ടാവും. മനസ്സിലായോ? 6-7 ഫ്രിഗേറ്റ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഫ്രിഗേറ്റ്സുകളുടെ ഒരു പ്രോഗ്രാമാണ്, ഫ്രിഗേറ്റ്സ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത്? പ്രൊജക്ട് 17A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനു മുൻപേ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, പ്രൊജക്ട് 17. സോ അതില് 7 ഷിപ്പുകൾ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കറന്റ് കടലുകളിലുണ്ട്. മനസ്സിലായോ? സോ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ് പ്രൊജക്ട് 17A. സോ പ്രൊജക്ട് 17A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രിഗേറ്റ്സുകൾ നിർമ്മിക്കാനായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടുകളാണ്. മനസ്സിലായോ? പ്രൊജക്ട് 17A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് മുന്നേ 17 എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഷിപ്പുകൾ ഇപ്പോ കടലിലുണ്ട്. മനസ്സിലായോ? സോ പ്രൊജക്ട് 17Aയുടെ അണ്ടറിൽ എത്ര ഷിപ്പുകളുണ്ട്? 7 ഷിപ്പുകളുണ്ട്. ആ 7 ഷിപ്പുകളിൽ ഒന്നാണ് ഈ INS ഉദയഗിരി എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ INS ഉദയഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രിഗേറ്റ്സ് ആണ്. ഫ്രിഗേറ്റ്സ് ഏത് പ്രൊജക്ടിന്റെ അണ്ടറിലാണ്? പ്രൊജക്ട് 17Aയുടെ അണ്ടറിലാണ്. ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിക്കുന്നതാണത്. അതായത് ഇന്ത്യയിൽ തന്നെയാണ് പൂർണ്ണമായിട്ട് നിർമ്മാണം. അപ്പോ എവിടെയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്? ഇന്ത്യയിലെ ഗോവയിലാണ് നിർമ്മിക്കുന്നത്. മസഗോവൻ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. ചിലപ്പോൾ INS വിക്രാന്ത് എവിടെയാണ് നിർമ്മിച്ചത്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത്. ഓർക്കുന്നുണ്ടോ? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗംഭീരമായിട്ട് നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ INS ഉദയഗിരി നിർമ്മിക്കുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഗോവൻ പോർട്ടിനോട് ചേർന്ന് മസഗോവൻ അല്ലെങ്കിൽ മഡ്ഗോവ എന്ന് പറയുന്ന മസ്ഗോവൻ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഈ INS ഉദയഗിരി നിർമ്മിക്കുന്നത്. സോ ഈ പ്രൊജക്ട് 17Aന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നെയിം ഉണ്ട്. എനിക്ക് തെറ്റില്ലെങ്കിൽ ആ പ്രൊജക്ട് 17Aനെ വിളിക്കുന്നത് നീലഗിരി ക്ലാസ് എന്നാണ്. മനസ്സിലായോ? നീലഗിരി ക്ലാസ്. ഈ നീലഗിരി ക്ലാസിന്റെ അണ്ടറിൽ 7 ഷിപ്പുകൾ ഉണ്ട്. അതിൽ ഈ പ്രൊജക്ട് 17Aനെ വിളിക്കുന്ന പേരാണ് നീലഗിരി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്.
മനസ്സിലായോ? ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രൊജക്ട് ഏതായിരുന്നു? പ്രൊജക്ട് 17. പ്രൊജക്ട് 17 വിളിക്കുന്ന പേരെന്താണ്? ശിവാലിക് ക്ലാസ്. ആ പ്രൊജക്ട് 17 നിർമ്മിച്ച ഷിപ്പുകളെ ശിവാലിക് ക്ലാസ് ഷിപ്പുകൾ എന്നാ വിളിക്കുന്നത്. പ്രൊജക്ട് 17A നിർമ്മിച്ചതിന് എന്താ വിളിക്കുന്നത്? നീലഗിരി ക്ലാസ് ഷിപ്പുകൾ. ആ നീലഗിരി ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? INS ഉദയഗിരി ഉണ്ട്. മനസ്സിലായോ? അതാണ് ഇവിടെ പെർട്ടിക്കുലർലി നമ്മൾ പഠിക്കേണ്ടത്. INS ഉദയഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിഗേറ്റ് ഷിപ്പുകളാണ്. ഫ്രിഗേറ്റ് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രോയർ അല്ല, ഡിസ്ട്രോയറിന് അകമ്പടി ചെയ്യുന്ന ഷിപ്പുകളെയാണ് ഫ്രിഗേറ്റ് ഷിപ്പുകൾ എന്ന് പറയുന്നത്. സോ ഇത് പ്രൊജക്ട് 17A എന്ന് പറയുന്ന പ്രൊജക്റ്റിലൂടെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. പ്രൊജക്ടിന്റെ മറ്റൊരു പേരെന്താണ്? നീലഗിരി ക്ലാസ്, നീലഗിരി പ്രൊജക്ട്. ഇതിൽ 7 ഷിപ്പുകൾ അണ്ടറിലുണ്ട്. ഇത് എവിടെയാണ്? ഇൻഡിജീനിയസ്ലി ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. ആരാണ്? ഗോവൻ കമ്പനിയാണ്. മസ്ഗോവൻ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് ഇത് ബിൽഡ് ചെയ്ത് തന്നത്. മനസ്സിലായോ? സോ ഈ ന്യൂസ് വന്നതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ന്യൂസ് കൂടി ഉണ്ടായിരുന്നു. എന്താണ്? INS തമാൽ, ദ ലാസ്റ്റ് ഫോറിൻ ബിൽഡ് നേവി ഷിപ്പ്. മനസ്സിലായോ? INS തമാൽ എന്ന് പറയുന്ന പുതിയ നേവി ഫ്രഗേറ്റ്, ഇതും ഒരു ഫ്രഗേറ്റ് തന്നെയാണ്. മനസ്സിലായോ? ഡിഫറെന്റ് ടൈപ്സിലെ ഒരു ഫ്രഗേറ്റ് ആണ്, ഫ്രഗേറ്റ് ഷിപ്സ് ആണ് ഈ INS തമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മനസ്സിലാവുന്നുണ്ടോ? സോ അതെന്താണ്? ഇൻഡിജീനിയസ് അല്ല, അത് ഫോറിൻ ബിൽഡ് ആണ്. സോ ലാസ്റ്റ് ഫോറിൻ ബിൽഡ് നേവി ഷിപ്പാണ്. ഇന്ത്യ ഇൻഡിജനൈസേഷൻ ചെയ്യുകയാണ്. അതായത് ഇന്ത്യയിലെ ഷിപ്പുകൾ നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെയുണ്ട്. ഡിഫറെന്റ് പോർട്ടുകളുണ്ട്. കൽക്കട്ട പോർട്ട് ഉണ്ട്, കൽക്കട്ട ഷിപ്പ് ബിൽഡേഴ്സ് ഉണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, മഡ്ഗോവയിൽ ഉണ്ട്. ദെൻ ഡിഫറെന്റ് പോർട്ട് ബിൽഡിംഗ് കമ്പനീസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. നമ്മളുടെ പബ്ലിക് സെക്ടേഴ്സ് കമ്പനികൾ തന്നെ ഇന്ത്യയിലുണ്ട്. സോ ഇനി നമ്മൾ പുറത്തു നിന്ന് എന്ത് ചെയ്യുന്നില്ല? ഷിപ്പുകൾ വാങ്ങിക്കുന്നില്ല. അതായത് മൈനർ ഷിപ്പുകൾ, മേജർ ഷിപ്പുകളുടെ പല പാർട്ടുകളും പുറത്തുനിന്ന് ഉണ്ടാക്കും, ഇല്ല എന്നല്ല. പക്ഷെ മേജർ ഷിപ്പുകൾ ഫുള്ളി പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. അവസാനത്തെ ഫോറിൻ ബിൽഡ് നേവി ഷിപ്പാണ് ഏത്? INS തമാൽ. അതിന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഏത് രാജ്യമാണ് അത് നിർമ്മിച്ച് നൽകുന്നത്? റഷ്യയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഫോറിൻ ആണെന്ന് പറയുമ്പോൾ ഏത് രാജ്യമാണെന്ന് സ്പെസിഫിക്കലി ചോദിക്കുമല്ലോ. സോ consider the following statements regarding INS തമാൽ. INS തമാൽ is a destroyer ship. റൈറ്റ് ആണോ റോങ് ആണോ? INS തമാൽ ഒരു ഡിസ്ട്രോയർ ഷിപ്പ് ആണ്. റോങ് ആണ്. INS തമാൽ ഒരു ഫ്രഗേറ്റ്സ് ആണ്. ഇങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, INS തമാൽ ഈസ് ബിൽഡ് ബൈ ജർമ്മനി. INS തമാൽ ജർമ്മനിയാണോ ബിൽഡ് ചെയ്തിരിക്കുന്നത്? അല്ല. INS തമാൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? റഷ്യയാണ്. ദെൻ അടുത്ത ചോദ്യം, INS ഉദയഗിരി ഈസ് ബിൽഡ് ബൈ റഷ്യ. അല്ല. INS ഉദയഗിരി ഏതാണ്? ഇൻഡിജീനിയസ്ലി ബിൽഡ്, മഡഗോവയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. INS ഏത് ക്ലാസ് ആണ്? പ്രൊജക്ട് 17A നീൽഗിരി ക്ലാസ് ആണ് നമ്മളുടെ INS ഉദയഗിരി എന്ന് പറയുന്ന ഫ്രഗേറ്റ്സ് ഷിപ്പ്. സോ ചിലപ്പോ ഈ നേവിയുടെ ഷിപ്പുകൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയണം എന്നില്ല ചില സ്റ്റുഡന്റുകൾക്ക്. സോ അവര് പേടിക്കേണ്ട കാര്യമില്ല. നേവിക്ക് ഒരുപാട് ഷിപ്പുകൾ ഉണ്ട്. മനസ്സിലായോ? ഇതൊക്കെ കേട്ട് വരുമ്പോൾ ചിലപ്പോൾ പേടിച്ചു പോയോ, UPSCയിൽ ഇത്ര കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നോ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. നേവിക്ക് ഒരുപാട് ഷിപ്പുകളുണ്ട്. നമ്മളുടെ വീട്ടിൽ ചില ആളുകൾക്ക് ഒരുപാട് വണ്ടികൾ ഉണ്ടാവില്ലേ, അതുപോലെ നേവിക്കും ഒരുപാട് ഷിപ്പുകളുണ്ട്. ഒന്ന് പാല് വാങ്ങിക്കാൻ പോകുന്ന വണ്ടി, അല്ലെങ്കിൽ ഒന്ന് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടി, ഒന്ന് ലോങ് ട്രിപ്പുകൾ മാത്രം പോകുന്ന വണ്ടി, അതായത് 4x4 ആയിട്ട് ഓഫ് റോഡ് മാത്രം പോകുന്ന വണ്ടി. അങ്ങനെ പറയുന്ന പോലെ നേവിക്കും പല പല ഷിപ്പുകളുണ്ട്. എന്തൊക്കെ ഷിപ്പുകളാണുള്ളത്? ഒന്ന് എയർക്രാഫ്റ്റുകൾ ക്യാരി ചെയ്യാനായിട്ടുള്ള ഷിപ്പുകളുണ്ട്. ദെൻ ഡിസ്ട്രോയേഴ്സ് ഉണ്ട്, ആംഫിബിയസ് ഷിപ്പുകളുണ്ട്, ദെൻ ഫ്രഗേറ്റ്സുകളുണ്ട്, അങ്ങനെ സബ്മറൈൻസുകളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷിപ്പുകളുണ്ട്. അതിൽ ഫ്രഗേറ്റ്സിൽ വരുന്നതാണ്. ഫ്രഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രോയർ അല്ല, അതിന് അക്കമ്പനി ചെയ്യുന്ന ഷിപ്പുകളാണ്. മനസ്സിലായോ? ഇത് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് പോകട്ടോ. സാധാരണ സമയത്ത് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് പോകും, അല്ലാണ്ട് ഡിസ്ട്രോയറിന് മാത്രം അകമ്പടി ചെയ്യുന്നത് എന്ന അർത്ഥമില്ല. മനസ്സിലായോ? സോ ഫ്രഗേറ്റ്സുകളാണ്. ആ ഫ്രഗേറ്റ്സുകളിൽ പെടുന്ന ഒന്നാണ് എന്ത്? INS ഉദയഗിരി. മനസ്സിലായോ? അപ്പൊ INS ഉദയഗിരി ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇൻഡിജീനിയസ് ആയിട്ടാണ്. എവിടെയാണ്? ഗോവയിലാണ്. മനസ്സിലായോ? ഏത് ക്ലാസ്സിലാണ്? നീൽഗിരി ക്ലാസ് അല്ലെങ്കിൽ പ്രൊജക്ട് 17A. പ്രൊജക്ട് 17A എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അതുപോലെ ഇതിനു മുന്നേ പ്രൊജക്ട് 17 ഉണ്ടായിരുന്നു. ആ പ്രൊജക്ട് 17ന്റെ പേരെന്താണ്? ശിവാലിക് ക്ലാസ്. മനസ്സിലായോ? പ്രൊജക്ട് 17ന്റെ അണ്ടറിൽ വരുന്ന 7 ഷിപ്പുകൾ അല്ലെങ്കിൽ 8 ഷിപ്പുകൾ ഉണ്ടെങ്കിൽ 8 ഷിപ്പുകളും
ഈ ശിവാലിക് ക്ലാസ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ആദ്യം ഒരു ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പിൽ ഡിഫറെന്റ് ക്ലാസ്സുകൾ ഉണ്ട്. ഡിഫറെന്റ് ക്ലാസ്സുകളിൽ എന്തുണ്ട്? ഓരോ ഷിപ്പുകൾ വീതമുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഷിപ്പുകൾ ഉണ്ട്. നമുക്കൊരു സ്കൂൾ ഉണ്ട്, സ്കൂളിൽ ഡിഫറെന്റ് ക്ലാസ്സുകൾ ഉണ്ട്. മനസ്സിലായോ? 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, അതുപോലെ ഡിഫറെന്റ് ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകളിൽ എന്തുണ്ട്? ഒരു ടീച്ചറും ഒരുപാട് കുട്ടികളും ഉണ്ട്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മളുടെ ഒരു ടോട്ടൽ നേവിയുടെ ഷിപ്പുകളുടെ ഒരു ഐഡിയ ഞാൻ തന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് അപ്പോൾ ഈ ഫ്രഗേറ്റ്സ് എന്ന് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഡിസ്ട്രോയേഴ്സ് എന്ന് കേൾക്കുമ്പോഴും സബ്മറൈൻസ് എന്ന് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഈ കാര്യങ്ങളെല്ലാം. സോ ഇന്ന് കുറച്ച് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ വുമൺ എംപവർമെന്റിന്റെ ഒരു ഗംഭീര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ദെൻ ക്വാഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയി. സോ ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. ഞാൻ ഈ സ്ലൈഡ്സിന്റെ PDF നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അനന്തയുടെ ഓൺ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വാട്സപ്പിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മളുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ PDF ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ന്യൂസുകൾ എല്ലാവരും ഗോ ത്രൂ ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നേവൽ ഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നേവൽ ഷിപ്പിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കുന്നതിന് പകരം നേവൽ ഷിപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്താണെന്ന് പുതിയ നോളജ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കുക. എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. മനസ്സിലായോ? എപ്പോഴും നിങ്ങൾ കുറച്ച് ഹംഗ്രി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയതൊരു കാര്യം പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ UPSC എന്ന് പറയുന്ന ജേർണി കുറച്ചും കൂടി ഈസിയും സിമ്പിളുമായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഒരു 1 to 3 months നിങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ, പുതിയൊരാളാണെങ്കിൽ 1 to 3 months നിങ്ങൾ റെഗുലർലി ഫോളോ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഹാവ് ആൻ എക്സലന്റ് കമാൻഡ് ഓവർ ദ ന്യൂസ് അനാലിസിസ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിന്റെ മേലെ നിങ്ങൾക്ക് ഒരു എക്സലന്റ് കമാൻഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ഒരു നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.